ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ. കുറച്ച് വീഡിയോ എടുക്കണ്ടേ? ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ ലോകപ്രകാശനമാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി വളരെ ഗംഭീരവും അതുപോലെ തന്നെ നമ്മുടെ നാടിനും സമാജത്തിനും ഭംഗിയായിട്ടും ആഘോഷ രീതിയിൽ നടത്താൻ നമ്മുടെ എല്ലാ ആഘോഷ കമ്മിറ്റി, പ്രകടനത്തിലെ എല്ലാ കമ്മിറ്റിക്കാരും ഉത്തരവാദിത്വത്തോടുകൂടിയും അതുപോലെ ക്ഷേത്രാചാരങ്ങൾക്ക് നിരക്കുന്നതക്ക രീതിയിലും ഇത് നടത്തണമെന്നും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പരിപാടി നമുക്ക് ഒരു ഉത്സവമായി, നാടിൻ്റെ ഉത്സവമായി ഇത് കൊണ്ടാടി വളരെ ഭംഗിയായി നടത്തണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 18 വർഷമായി കല്ലടിക്കോട് 5 പഞ്ചായത്തുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നായി 60-70ഓളം ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ശോഭയാത്ര 18 വർഷമായി കല്ലടിക്കോട് പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കുട്ടനാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കാണ്, അവിടുത്തെ പുഴക്കടലിലാണ് നമ്മൾ നിമഞ്ജനം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് കുറച്ച് സൗകര്യക്കേട് ആയി ഇത്രയും വാഹനങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു പോകാനും മറ്റു ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായി സത്രങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര കടവിൽ നടത്താം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ സത്രങ്കാവ് ഭഗവതി ക്ഷേത്ര കടവിലേക്ക് ഈ ഗണേശ വിഗ്രഹങ്ങൾ വരുന്നത്. 75ഓളം ഗണേശോത്സവം വിഗ്രഹങ്ങൾ വിഭാഗത്തിൽ ഇതെല്ലാം ബാലഗണേശനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായിട്ട് നമ്മുടെ ക്ഷേത്രക്കടവിലേക്ക് വരുന്നുണ്ട്. ഈ പരിപാടി വളരെ ഭംഗിപൂർവ്വം നടത്താൻ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗണേശോത്സവത്തിൻ്റെ ഈ ലോഗോ പ്രകാശനം, നോട്ടീസ് പ്രകാശനം ഇവിടെ നടന്നു. കഴിഞ്ഞ 18 വർഷമായി പെരുമ്പാ പഞ്ചായത്തിൽ വിവിധങ്ങളായ പരിപാടികളുമായി ഗണേശോത്സവം കരിക്കോട് പ്രഖണ്ഡിൽ 5 പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടത്തുന്നു. ഈ ലോഗോ ആദ്യമായിട്ട് ഈ ലോഗോൻ്റെ കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം. ലോഗോൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വം അഗ്നിയാണ്. അഗ്നിയുടെ നിറം കാവിയാണ്. ആ അഗ്നിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവി, അതിൽ അങ്കിതമായ ഗണേശൻ, അതാണ് ഈ ലോഗോൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഗണേശോത്സവം എന്നൊരു സംവിധാനം ലോകമാന്യ ശ്രീ ബാലഗംഗാധര തിലക് ഇത് കൊണ്ടുവന്നത് ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയാണ്. ഓക്കെ.